പക്ഷെ നാട്ടിലെങ്ങും ഫ്ലെക്സുകളാണ്. നെയ്മറിൻ്റെയും മെസ്സിയുടെയും അതേപോലെ തന്നെ റൊണാൾഡോൻ്റെ ഒക്കെ ഫ്ലെക്സുകൾ. ഇതിൽ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥപ്പെടുകയാണ് ഒരു ഉസ്താദിൻ്റെ പേര് എല്ലാവർക്കും അറിയുന്നതാണ്. SYMS സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. അദ്ദേഹം പറയുന്നത് മദ്രസയിൽ ഒരു 10 രൂപ പോലും ഇവർ തരില്ല, പള്ളിയിലെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു 10 രൂപ പോലും തരില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഫ്ലെക്സ് കെട്ടാനായിട്ടും അതിനു വേണ്ടിയിട്ട് ഒരുപാട് പൈസയാണ് ചിലവാക്കുന്നത് എന്നുള്ളതാണ്. ഈ കളിക്കാരുടെ നാട്ടിൽ പോലും ഇത്തരത്തിൽ ഫ്ലെക്സുകൾ കെട്ടുന്ന ഒരു സ്വഭാവം, ഒരു രീതി ഇല്ലാന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്? ഇതിന്റെ താഴത്ത്, ഈ വാർത്തയ്ക്ക് താഴത്ത് ഒരു ഉഗ്രൻ കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റ് ഒന്ന് വായിക്കാം. ഉസ്താദ് സത്യം തുപ്പുന്നു. മലപ്പുറം എന്നതൊരു പാരലൽ ലോകമാണ്. എന്തിനേയും ഏതിനേയും അമിതമായി ആരാധിച്ചു പോകുന്ന, വിവരവും ബോധവും ഇല്ലാത്ത കുറെ യുവാക്കളുള്ള നാട്. അധ്വാനിച്ച് ശീലമില്ലാതെ ഉപ്പമാറയക്കുന്ന ഗൾഫ് പൈസയുടെ അഹങ്കാരത്തിൽ ലോകത്തില്ലാത്ത തോന്നിവാസം കാണിച്ചു കൂട്ടാൻ മലബാറിലെ ന്യൂജൻസിനെ കഴിഞ്ഞേയുള്ളൂ, വേറെ ആരും. ഈ പറയുന്ന എല്ലാവരും എന്നുവെച്ചാൽ അബ്ദുൾ സമദ് പൊക്കിട്ടൂരും അതേപോലെ തന്നെ ഈ കമൻ്റ് ഇട്ട ആളും ഒക്കെ പറയുന്നത് അർദ്ധസത്യങ്ങളാണ്, അല്ലെങ്കിൽ ചെറിയ സത്യങ്ങളാണ്. കാരണം ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എല്ലായിടത്തും എപ്പോഴും നമ്മൾ കേൾക്കാറില്ല. ഇപ്പം അമ്പലങ്ങളിൽ സമൃദ്ധമായി പണം കൊടുക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരെ ഒരു ദരിദ്രനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഒരു 50 രൂപ വെച്ച് ചിലപ്പോൾ കൊടുക്കില്ല. അതുപോലെ ചിലർ അമ്പലങ്ങളിൽ പൈസ കൊടുക്കുന്നതിന് വിമുഖത കാണിക്കുന്നവരുണ്ടാവും. അവർ പക്ഷേ ഈ രോഗികളെയൊക്കെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് എത്ര കാശ് വേണമെങ്കിൽ ചിലപ്പോൾ ചിലവഴിച്ചു വന്നിരിക്കും. അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ശരിക്കും പറയാം, മനുഷ്യനായാൽ അങ്ങനെയാണ്. നമ്മളപ്പോൾ അതിനകത്ത് ഇടപെടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മനുഷ്യത്വം കാണിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, വലിയ വലിയ ബിസിനസ്സുകാർ ക്ഷേത്രങ്ങളിലേക്ക് എത്രമാത്രം പണമാണ് സംഭാവന ചെയ്യുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് വെച്ചാൽ പള്ളി പോലും പണിത് കൊടുത്തളയും. അത് തന്നെയാണ് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും ഒക്കെ പ്രശ്നം. അപ്പോൾ ഇതൊരു ജാതി വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു സാമുദായിക വിഷയമായിട്ട് എടുക്കാനായിട്ട് പാടില്ല. SYSൻ്റെ സെക്രട്ടറി സമുദായ വിഷയമായിട്ട് എടുത്തു എന്നുള്ളതാണ് അതിനകത്തൊരു അപകടമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് യൂറോപ്പിൽ പോയി നോക്ക്, അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഫ്ലെക്സ് ഉണ്ടാ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഈ മലപ്പുറത്തല്ലാതെ കേരളത്തിൽ തന്നെ മറ്റൊരിടത്തും ഇങ്ങനത്തെ ഫ്ലെക്സ് ഇല്ല എന്നാണ്. നിങ്ങൾ കോട്ടയത്ത് നിന്ന് നോക്കും, അവിടെ മിക്കവാറും ക്രൈസ്തവരാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അവരിൽപ്പെട്ട ആളുകളാണ് കളിക്കാരിൽ ബഹുഭൂരിപക്ഷവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അവിടെയെങ്കിലും ഒരു ഫ്ലെക്സ് ഉണ്ടോ? തിരുവനന്തപുരത്ത് നോക്കാം, അവിടെ ഫ്ലെക്സ് ഉണ്ടോ? ഇല്ല, 1-2 സ്ഥലത്ത് ഉണ്ടാവും. ആ ഫ്ലെക്സ് വെച്ചേക്കണം നമ്മുടെ ആളുകളായിരിക്കും എന്ന് പറഞ്ഞു, എന്ന് വെച്ചാൽ മുസ്ലിങ്ങളായിരിക്കും എന്നാണ്. അതിൻ്റെ ഇതിലെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ഈ പരിപാടി മൊത്തം ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. നമുക്കറിയാം, ഫുട്ബോൾ ആരാധകരിൽ ഒരുപാട് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറത്തൊക്കെ അത്രയും ആവേശപരമാണ് ഈ ലോകകപ്പ് എന്നൊക്കെ പറയുന്നത്. അതെ, മലപ്പുറത്ത് ഫുട്ബോൾ ഒരു ആവേശമാണ്. അതങ്ങനെ കണക്കാക്കണം. ഈ മലപ്പുറം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉടനെ പൊട്ടിമുളച്ച് വരികയാണ് ചെയ്യുന്നത്. അതൊന്നും മാറേണ്ടത് ആവശ്യമാണ്. ഈ കമൻ്റ് ഇട്ട ആൾ തന്നെ പറയുന്നത് അതൊരു പാരലൽ ലോകമാണ് എന്ന് പറയുകയാണ്. ഈ പാരലൽ ലോകമാണെന്ന് അവർ മാത്രമല്ല പറയുന്നത്, പലരും പറയുന്നുണ്ട് അല്ലേ. അത് വേറെ രീതിയിലാണ്. മുസ്ലിങ്ങളുടെ ഒരു സാമ്രാജ്യമാണ് മലപ്പുറം എന്ന നിലക്ക് ഉള്ള വ്യാഖ്യാനങ്ങൾ മറ്റ് പലയിടങ്ങളിൽ നിന്ന് വരുന്നു. അവരിൽ തന്നെയുള്ള ആളുകൾ പറയുന്നത് ഇതൊരു പാരലൽ ലോകമാണ്. ഇവിടുത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് ജൻസികൾ, ചെറുപ്പക്കാരികളൊക്കെ എന്ന് പറഞ്ഞാൽ പണിയെടുക്കാത്തവരാണ്. അവരുടെ ഉപ്പമാർ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് കൊണ്ടുവരുന്ന കാശ് ദീപാവലി കുളിച്ച് നടക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പിള്ളേരെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിലെല്ലാത്തിലും കുറച്ച് സത്യം ഉണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ ഫുട്ബോൾ ആരാധന ക്ലബിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ് പലതും നടക്കുക. അപ്പോൾ ഈ ക്ലബ്ബുകൾ തമ്മിൽ മത്സരമാണ്. ഓരോ യൂണിറ്റുകൾ, ഓരോ മുക്കിൽ ഓരോ പ്രദേശത്തെ ആളുകൾ തമ്മിൽ മത്സരമാണ്. എത്ര പൈസക്ക് നമ്മൾ ഫ്ലെക്സ് വെച്ചു, മറ്റവർ എത്ര ഫ്ലെക്സ് വെച്ചു. അപ്പൊ ഇതിന്റെ പേരിൽ അടി ഉണ്ടാകും. അല്ല, ഈ ഉസ്താദ് പറയുന്ന കാര്യം ശരിയല്ല. മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള യുവാക്കൾ ഇതിൽ ആവേശഭരിതരാണ്. എൻ്റെ നാട്ടിൽ, അവിടെ എൻ്റെ പ്രദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് മുസ്ലിങ്ങളുള്ളൂ. അവിടെയൊക്കെ വൈകുന്നേരം കഴിഞ്ഞാൽ ഈ ആളുകൾ ഒരുമിച്ച് കൂടി അവിടെയൊക്കെ ഇഷ്ടംപോലെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്.
മെസ്സിയൊക്കെ ഇങ്ങനെ മിന്നി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പണം അവർ ചെലവഴിക്കുന്നുണ്ട്, ശരിയാണ്. അവർ ഒരുമിച്ച് ചേരുന്നുണ്ട്, വലിയ ഓഡിറ്റോറിയങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് കളി കാണുന്നു. ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. കേരളം എന്ന് പറയുന്നത് കാൽപന്ത് കളിയുടെ ഒരു കളിത്തൊട്ടിലാവാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണ്. മെസ്സി വരണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ മതി, ആളുകളൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക മൈതാനത്തേക്ക് ഒഴുകി കൊടുക്കും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മെസ്സി വിവാദം പോലും വളരെ ശക്തമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത്രമാത്രം ആവേശഭരിതരായിട്ട് ഒരു കളിയിൽ മുഴുകുന്നതായിട്ടുള്ള ജനതയുടെ ആവേശത്തെ അല്ലെങ്കിൽ കായികമായിട്ടുള്ള അഭ്യാസ പ്രകടനത്തിൽ ഉള്ള ആസ്വാദനപരതയെ അംഗീകരിക്കുന്നതിന് പകരം അതിൻ്റെ പിന്നിലേക്ക് ചുളിഞ്ഞു നോക്കുന്നത് ജാതിക്കാരെന്ത് ചെയ്യണം എന്നുള്ള ചിന്തയാണ്. ജാതിക്കാർ, ഏത് ജാതിക്കാർ എന്നുള്ളതല്ല, എല്ലാ ജാതിക്കാരുടെയും ചിന്ത ഇതൊക്കെ തന്നെയായിരിക്കും. അത് മുസ്ലിമിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയിക്കഴിഞ്ഞാലും ഹിന്ദുവിൻ്റെ ആയിക്കഴിഞ്ഞാലും ഒക്കെ അവരുടെ ഈ ജാതി ചിന്ത എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും പോകുന്നത്. കാരണം വെച്ചാൽ അവർ മദ്രസയിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ പെരുന്നാളിന് പണം കൊടുക്കണം, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പണം കൊടുക്കണം. ഇത് തന്നെയാണ് മറ്റ് സമുദായങ്ങളൊക്കെ പറയുന്നത്. മറ്റ് സമുദായങ്ങളിത് പറയുന്നത് ഇവരെ ചൂണ്ടിയായിരിക്കും. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ SNDP-യിൽ മിക്കവാറും തന്നെ കുടുംബ യൂണിറ്റുകൾ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത് എന്ത് കണ്ടിട്ടായിരുന്നു? ക്രിസ്ത്യാനികൾ ഇങ്ങനെ കുടുംബ യൂണിറ്റ് ഉണ്ടാക്കി നടക്കുകയാണ്. കുടുംബ യൂണിറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സാധനമായി. അപ്പം അത് അങ്ങനെ ഇനി ഇതിൻ്റെ അത് പാർത്തണം എന്ന് പറഞ്ഞ് പാർത്തുകയാണ്. ഇതൊക്കെ എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അവരുടെ മതത്തെ ശക്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ സ്ത്രീ ശാക്തീകരണമൊക്കെ എന്ന് പറഞ്ഞവർ കേരളത്തിൽ മതശാക്തീകരണം നടത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ പൊക്കട്ടൂർ യഥാർത്ഥത്തിൽ മതശാക്തീകരണത്തിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രഭാഷണത്തിനിടക്കാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഫ്ലക്സ് വെക്കട്ടെ, അവർ കളിക്കട്ടെ, കളി കാണട്ടെ, ആഹ്ലാദിക്കട്ടെ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട. ഇതിലിപ്പം ചില കമൻറ്റുകൾ സൂചിപ്പിക്കുന്നത് ഉസ്താദ് ബഹുദൈവ ആരാധനയ്ക്കെതിരായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതായത് ഫ്ലെക്സുകൾ വെക്കുക, അതിനെ ആരാധിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നത്. അത് സെമിറ്റിക് മതങ്ങൾ പറയുന്നത് നിനക്ക് ഞാനില്ല മറ്റൊരു ദൈവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. മെസ്സി ഒരു ദൈവമാണ്, റൊണാൾഡോ ഒരു ദൈവമാണ്, നെയ്മർ ഒരു ദൈവമാണ്. ഈ ദൈവങ്ങളെയൊക്കെ നിങ്ങളെന്തിനാ ആരാധിക്കാൻ നടക്കുന്നതാണ് ഉസ്താദ് ചോദിക്കുന്നത്. കാരണം നമുക്ക് അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ മതി, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്നവരാണ്. നമ്മൾ പൊതുവെ ആൾദൈവങ്ങൾക്കെതിരാണ്, രാഷ്ട്രീയത്തിലാണ് നമ്മൾ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത്. പക്ഷേ ഈ നമ്മുടെ കലയുടെയും അതേപോലെ കായിക മേഖലയിലും ഒക്കെ നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെയൊക്കെ പല ദൈവങ്ങളുണ്ടാകും. കേരളത്തിൽ മമ്മൂട്ടി ഒരു ദൈവമാണ്, മോഹൻലാൽ മറ്റൊരു ദൈവമാണ്, സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ദൈവങ്ങളായിട്ട് ആരാധിച്ചുകൊണ്ട് നടക്കുന്നതാണ്. സുരേഷ് ഗോപി പോലെ ഒരു ദൈവത്തിൻ്റെ പേരിലുള്ള തൃശ്ശൂർ പോയി ജയിച്ചേ ശരിക്കും പറഞ്ഞു. അപ്പം ഇങ്ങനെ ആരാധകരെ നിർമ്മിക്കുക, ആ ആരാധകരുടെ പുകഴ്ത്തലും വാഴ്ത്തലും ഒക്കെ ജീവിക്കുക. കലാകാരന്മാർക്ക് നമ്മൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു ഇരിപ്പിടമാണത്. കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും. മെസ്സി എന്തിനാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളും ആരാധിക്കാൻ നടക്കുന്നത്? മെസ്സി ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, ഹിന്ദു ആണോ, പാഴ്സിയാണോ എന്ന് അന്വേഷിച്ചിട്ടാണോ? അല്ല, അയാളൊരു ഫുട്ബോളറാണ്. ആ ഫുട്ബോളറിൽ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ഫുട്ബോൾ സ്നേഹികളും എന്ത് ചെയ്യും? നെഞ്ചേറ്റും. അതല്ലാണ്ട് മുസ്ലിം അവിടെ ഒരു മുസ്ലിം വന്നതിന് ശേഷം നമുക്ക് അയാളെ ആൾദൈവമായിട്ട് കൊണ്ടു നടക്കാം എന്ന ചിന്ത കേരളത്തിലെ മുസ്ലിങ്ങൾക്കൊന്നും ഇല്ല. അല്ല, പൂക്കോട്ടൂരിന്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പള്ളിയിൽ ഒരു 10 രൂപ പോലും തരുന്നില്ല. പള്ളിയിലേക്ക് 10 രൂപ തരില്ല, പക്ഷെ ഫ്ലക്സ് വെക്കാൻ പണം കൊടുക്കും. ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മറ്റ് തൃശ്ശൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങോട്ട് അവിടെയൊന്നും ഇത്തരത്തിലുള്ള ആരാധനയോ അല്ലെങ്കിൽ ഇത് മലപ്പുറത്ത് മാത്രമാണ്. ഇനിയിപ്പം തിരുവനന്തപുരത്തോ മറ്റെവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മളെ ആൾക്കാരായിരിക്കുന്നതാണ്. അതെ, അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അതായത് മുസ്ലിങ്ങള് ഇത്തരത്തിലുള്ള ആരാധനയിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് അതിന്റെ മൊത്തത്തിലുള്ള ക്രക്സ്. അതെ, അദ്ദേഹം പറയുന്നത് ശരിയല്ല. മുസ്ലിങ്ങൾ മാത്രമല്ല ഇതിലേക്ക് പെടുന്നത്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാർ മാത്രമല്ല, മുതിർന്നവരൊക്കെ അതിൻ്റെ ആരാധകരായിട്ട് മാറിത്തീരുന്നുണ്ടല്ലേ. അതൊരു രസകരമായിട്ടുള്ള പ്രക്രിയയല്ലേ. കായിക അഭ്യാസ പ്രകടനങ്ങളിൽ നമ്മൾ അമഗ്നരാവുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ വളരെ രസകരമായിട്ടുള്ള അനുഭവം നിറഞ്ഞൊരു ലോകത്തെയാണ് തുറന്നു വെക്കുന്നത്. നമ്മൾ ഫുട്ബോൾ കളി കാണാനിരിക്കുന്ന സമയം ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാരും അങ്ങനെയല്ലേ അല്ലേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ആവേശഭരിതമാണ്. ഫ്ലക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഗംഗയുടെ തീരത്തിൽ കുറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ
പരശുരാമനായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ഇറക്കി. ഒരു കയ്യിൽ മഴു, മറ്റേ കയ്യിൽ ഭരണഘടന, രുദ്രാക്ഷൊക്കെ, എന്നിട്ട് പാലഭിഷേകം. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ഫ്ലെക്സുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അല്ല, ഫ്ലെക്സ് നമ്മളുടെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇന്ന് ഫ്ലെക്സുകളുടെ ഒരു ലോകമാണ് ശരിക്കും പറഞ്ഞു. പഴയ കാലത്ത് ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ജീവിച്ച സമയത്ത് ഒരു ഫ്ലെക്സ് എന്ന് പറയുന്നത് അദ്ദേഹം കണ്ടിട്ട് പോലും ഉണ്ടാകും. കാരണം സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വികാസവും നമുക്ക് പുതിയ തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാക്കി തരികയാണ്. നമ്മളതൊക്കെ എന്ത് ചെയ്യുന്നു? ആസ്വദിക്കുന്നു, മനസ്സിലാക്കുന്നു. അതങ്ങനെ തന്നെയാണ്. ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ടെലിഫോൺ ചെയ്യുന്നത്, മൊബൈലല്ല, ഞാൻ മാരേജ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. എന്ന് വെച്ചാൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MA പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഫോൺ ചെയ്യാണ്. എൻ്റെ വീട്ടിൽ ഫോണില്ല, അയൽവക്കത്തും പല സ്ഥലത്തുമില്ല, ഫോൺ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ നമ്മൾ മാറിയ ഈ കാലത്ത് 3-4 വയസ്സായിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഉസ്താദ് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലക്സുകൾ എന്ന് പറയുന്നത് പുതിയ കാലത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള ജീവിതത്തിലേക്കുള്ള പരിക്രമമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരുത്തൻ ഇപ്പോൾ സുമാരൻ എന്ന് പറയുന്ന ഒരുത്തൻ നമ്മൾ പറയാണ്, എടാ നീ അറിഞ്ഞോ സുമാരൻ ഫ്ലക്സ് ആയടാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ചത്തുപോയി എന്നാണ്. നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോഴാണ് എടുത്ത് ഫ്ലക്സ് വെക്കുന്നത്. അതാണ് ആ അർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നത്. ഇവിടെ എങ്ങനെയല്ല, ഈ കളിയുടെ ഒരു ആരവം, ആഹ്ലാദം, അതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരുന്നതിന് ഈ കാൽപന്ത് കളി എന്ന് പറയുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള വിനോദത്തിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ നിങ്ങൾ എത്രമാത്രം ആമഗ്നരായി മാറുന്നുണ്ടോ അത് നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള മുഹൂർത്തമാണ്. അതങ്ങനെ ആസ്വദിക്കാം. പള്ളിയിൽ ചിലപ്പോൾ 10 രൂപ കൊടുക്കൂലെന്നേ, കൊടുക്കാൻ സൗകര്യമില്ല, അതുകൊണ്ട് കൊടുക്കണില്ല. അല്ലാണ്ട് എന്താ മാത്രം അവരെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറയുന്നത് പള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് അവർ നിർബന്ധിതമായി പോകേണ്ട ഒരു ഇടമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ആളില്ല പോകാനായിട്ട്. കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ കേരളത്തിലെ മുസ്ലിം പള്ളികളിലും ആളുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ആളുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അത് വ്യത്യസ്തമാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇതിങ്ങനെ ആവേശഭരിതമായിട്ട് പള്ളികളും അമ്പലങ്ങളും ഒക്കെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മൾട്ടി കൾച്ചേർഡ് മൾട്ടി റിലീജിയസ് സൊസൈറ്റി അതിൻ്റെ പേരിൽ മാത്രമല്ല. മുസ്ലിമിൻ്റെ പള്ളി ഇങ്ങനെ ആവേശഭരിതമായി നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിമിനെതിരായിട്ട് അപ്പുറത്ത് ഹിന്ദു നിൽക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനി നിൽക്കുന്നു. ക്രിസ്ത്യൻ പള്ളിയുടെ സ്ഥിതി അത് തന്നെയാണ്. അപ്പോഴാണ് ഈ ഹിന്ദുക്കളെ കൂടി പറഞ്ഞ കണ്ടോ, മുസ്ലിം പള്ളിയിൽ ആളുകൾ ഇരച്ചു ചേർന്നാണ്, ക്രിസ്ത്യൻ പള്ളിയിൽ ആളുകൾ ഇരച്ചു ചേർന്നാണ്, അമ്പലത്തിൽ ഒരു പട്ടി പോലും വരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ 10 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു സ്വത്വം, ഐഡൻറ്റിറ്റി, അതെങ്ങനെയാണ് നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്? നിങ്ങൾ പള്ളിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് പള്ളി വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുത്തിയെടുത്തിയ ക്ഷേത്രം പ്രധാനപ്പെട്ടതാണ്. പൂക്കോട്ടൂർ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ കളി കണ്ടോളൂ, കളി കാണാൻ പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരും കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, കളി കണ്ടോളൂ. പക്ഷെ എന്തിനാണ് ഈ ഫ്ലെക്സ് കിട്ടുന്നത്? അല്ലാതെ കണ്ടൂടെ, അല്ലാതെ ആരാധിച്ചൂടെ, അല്ലാതെ ആസ്വദിച്ചൂടെ എന്നുള്ളതാണ്. ഫ്ലെക്സ് കിട്ടുന്നതിലാണ് പുള്ളിക്ക് പ്രശ്നം. അല്ല, ഫ്ലെക്സ് വെക്കുന്നതിന് ഇങ്ങനെ എതിർക്കുന്നതിലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഫ്ലെക്സ് വെച്ച് വെറുതെ അനാവശ്യമായിട്ട് എന്തിനാണ് പണം കളയുന്നത് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഈ പണം എന്തിനാണ് എന്നാണ് ഈ ജൻസികൾ ഉസ്താദിനോട് ചോദിക്കുന്നത്. പണം എന്തിനാണ് ഉസ്താദെ? അത് പള്ളിയിൽ നേർച്ചിടാൻ വേണ്ടി മാത്രമാണ്? അല്ല, അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് എന്നവർ പറയുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. നമ്മളെന്തിനാണ് പണം? അപ്പോൾ പഴയ കാലത്തെ പോലെ കാരണന്മാരൊന്നും പണം ചെയ്യുന്നില്ല, സംഭരിക്കുന്നില്ല. അതൊക്കെ ചെലവഴിച്ച് അവർ ജീവിതം എന്ന് പറയുന്നത് ആഘോഷമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ജൻസികളുടെ കാഴ്ചപ്പാടാണ്. അവർ പണം ഉണ്ടാക്കും, അത് ചെലവഴിക്കും. അങ്ങനെ ജീവിതത്തെ ആഹ്ലാദത്തിൻ്റെ നിറച്ചാർത്തിൽ മുക്കി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കളി. 4 വർഷത്തിൽ ഒരിക്കൽ വരുന്നതായിട്ടുള്ള ഈ മാമാങ്കം, അത് അവരെ അത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ട്. ഉസ്താദിന്റെ ഈ വാക്കുകളെ മലപ്പുറത്തുകാര് എല്ലാ രീതിയിലും തള്ളിക്കളയുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു തർക്കമില്ലാത്തവരാണ് മലപ്പുറത്തുകാരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം മറ്റെല്ലാ ജില്ലകളിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ആവേശം ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും മലപ്പുറത്തുകാർക്കുണ്ട്. ഇതൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് അത് ഉസ്താദ് ഇങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഭംഗി. ഉസ്താദിനും കൂടി അവർക്ക് ഇഷ്ടമായിരിക്കും ഉസ്താദിനെ. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിനെ അവർ ഇഷ്ടപ്പെടില്ല. അതാണ് പ്രശ്നം.